വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഞാനൊരു കപ്പ പുഴുങ്ങിയതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ കപ്പ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കപ്പ കഴിഞ്ഞ ദിവസം പുഴുങ്ങിയതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനെടുത്തതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയ കപ്പ നമ്മൾ പുറത്ത് വെച്ചിട്ട് എടുക്കരുത്. അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഇത് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കുമ്പം അതൊന്ന് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊരു നാരുണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ജാറിലിട്ടിട്ട് ഞാൻ ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവച്ചിരിക്കുക. കണ്ടോ, നമ്മൾ പുട്ടിൻ്റെ മാവൊക്കെ നനയ്ക്കത്തില്ലേ, ആ പരുവത്തിൽ നമുക്ക് കിട്ടും. ഇത് ഞാനൊരു ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു നമ്മുടെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഒരു പുട്ടുകുടം പോലത്തെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ നമ്മൾ കപ്പ ഇട്ട് കൊടുത്തു, വീണ്ടും നമ്മൾ തേങ്ങ ഇടുക, കപ്പ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ പുട്ടിന്. ഇത് വെന്ത കപ്പയാണ്, അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് ഇരുന്നാൽ മതി. കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്, അതിൽ കൂടുതലിരിക്കണ്ട, പെട്ടെന്ന് തന്നെ ഇതങ്ങ് വേകും. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഇത്തിരിയും കൂടെ തേങ്ങയും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് മൂടി അങ്ങ് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തിട്ട് നമുക്കതെടുത്ത് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഒരു 2 മിനിറ്റ്, അത്രയും മതി, പെട്ടെന്ന് വേകും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ അത്രയും നല്ലത്. വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സാധാരണ പുട്ട് പുഴുങ്ങത്തില്ല, അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കപ്പ പുഴുങ്ങിയതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാൻ ബാക്കി ഇരുന്നതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ കറി വേണമെങ്കിൽ മീനിൻ്റെ ചാറോ അല്ലെങ്കിൽ ചിക്കൻ്റെ ചാറോ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ബാക്കി വരുന്ന കപ്പയൊന്നും കളയരുത്. നമ്മൾ 2 ദിവസമൊക്കെ ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടൊക്കെ എടുത്ത് കളയാറുണ്ട്. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുഞ്ഞുങ്ങളാണെങ്കിലും അവരും കഴിച്ചോളൂ, അവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ മോനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവനാണെങ്കിൽ വലിയ ഇഷ്ടമാണിത്. മീനിൻ്റെ ചാറും കൂട്ടി കഴിച്ചു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.